മുസൂറി. ആദ്യം ഒരു ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് നമുക്ക് നോക്കാം എന്നപ്പം ചെയ്യണ്ടേന്ന്. ഇത് ഇവിടുത്തെ മാൾ റോഡ് കേട്ടോ. മാൾ റോഡ് മുസൂറിയിലെ മാൾ റോഡ്. ഈ മാൾ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഒത്തിരി ഹോട്ടൽസ് ഉണ്ട്. നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ വിലക്കുറവായിരുന്നു. ഈ പുള്ളിക്കാരൻ പറഞ്ഞ് 600 രൂപയ്ക്കൊക്കെ നല്ല ഹോട്ടലുണ്ടെന്ന്. അപ്പോഴത് നോക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. ഹോട്ടൽ ശിവ പാലസ്. മാൾ റോഡിൽ നിന്ന് കയറി നടന്നു വന്ന് നല്ലൊരു ലൊക്കേഷൻ കേട്ടോ. നല്ല കാം ക്വയറ്റ് ഏരിയയാണ്. നല്ല റൂമാണ്. ഞാൻ റൂമും കാണിക്കാം. പിന്നെ ഇവിടെ റിസപ്ഷന് ഒരു ഫുൾ ബെഡിന് 600 രൂപ ഉള്ളൂ കേട്ടോ. സിംഗിളുടെ 600 രൂപ ഉള്ളൂ. ഇതിലെ ഇറങ്ങി വന്നു. ഇവിടെ റൂം എടുത്തു. റൂമിൻ്റെ പേരാണ് ഹോട്ടൽ ശിവ പാലസ്. ഇത് ഈ മുസൂറിയിൽ നിന്ന് മാൾ റോഡ് നടന്ന് കയറി വന്നാൽ മതി. അപ്പോൾ നമ്മളെത്തി. ഇവിടെ വേറെ ഹോട്ടലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇത് തന്നെയാണ്. നേരെ വന്ന് കയറുന്നു. ഇവിടെ തന്നെയാണ് റൂം. ഓക്കെ, 600 രൂപയ്ക്ക് ലാഭമല്ലേ ഇങ്ങനെ റൂം. ഒരു വാഷ്റൂം. അങ്ങനെ നമ്മൾ കുളി കഴിഞ്ഞ് ഇറങ്ങി. നല്ല കാലാവസ്ഥ ഉണ്ട്. നല്ല ഇടിയൊക്കെ മുഴങ്ങുന്നുണ്ട്. ഒരു മഴക്കോളൊക്കെ ഉണ്ട്. മഴ പെയ്യുമെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറി കുളിച്ചു. ജാക്കറ്റ് എടുത്തിട്ട് മഴ പെയ്താലും ഓടി പിടിച്ച് തരാം. ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. ചെറിയൊരു തണുപ്പ്. എന്നാലും നമ്മൾ നൈനിതാളിലുള്ള അത്ര തണുപ്പില്ല. അപ്പം നമുക്ക് ചുമ്മാ നടന്നിട്ട് വരാം. ഭക്ഷണമൊന്നും കഴിച്ചില്ല. രാവിലെ ഹരിദ്വാറിൽ നിന്ന് 5 ചപ്പാത്തി കഴിച്ചായിരുന്നു. 5 ചപ്പാത്തി. അത് കഴിഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്ന് നടന്നിട്ട് വരാം. നൈനിതാളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം നൈനിതാളിൽ ഹോട്ടലിലൊക്കെ വില കൂടുതലാണ് കേട്ടോ. ഇപ്പം വീക്കെൻഡ് ആണോ എന്നറിയില്ല. ഇന്നിപ്പം മൺഡേ ആണ്, അതുകൊണ്ടായിരിക്കാം. ശനിയാഴ്ച ഒന്നല്ലോ. പക്ഷേ ഒരു ക്ലൈമറ്റ് തണുപ്പ് കമ്പയർ ചെയ്യുമ്പം നൈനിതാളായിരുന്നു നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ നൈനിതാൾ എന്ന് പറഞ്ഞാൽ കുറേ പോയിൻ്റ് ഉണ്ട് കാണാൻ. ഇവിടെ ഉണ്ട്, കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഹിൽ ഏരിയ ആണ്, ഹിൽ സ്റ്റേഷൻ ആൻഡ് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട് കാണാൻ. പക്ഷേ അടുത്തില്ല. എല്ലാവരും 10-12 കിലോമീറ്ററിനുള്ളിലാണ്. ചെറിയൊരു വഴി കയറ്റം. ഈ കയറ്റം കയറി നമ്മൾ വന്ന കേട്ടോ. താഴോട്ടാണ് ഇതിൻ്റെ ഒരു ടൗണെന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു ഇറക്കത്തിലാണ് ഈ ഒരു ടൗണൊക്കെ ഉള്ളത്. ഇന്ന് നമുക്ക് എന്തായാലും ടൗണിൽ കൂടെ നടക്കാം. ഇവിടെ ഒരു ഷാലോം ബാക്ക് പാക്കേഴ്സ്. ഇത് ഓൺലൈനിൽ കാണിക്കുന്നുണ്ട്. നല്ല ലൊക്കേഷൻ കേട്ടോ. ഓൺലൈനിൽ കാണിക്കുന്നുണ്ട്. ഡോർമെട്രി ആണ്. ഒരു ഡോർമെട്രിക്ക് 400 രൂപ വെച്ചാണ് കാണിക്കുന്നത് ഓൺലൈനിൽ. പക്ഷെ നല്ല ലൊക്കേഷൻ കേട്ടോ. അത് ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തായിരുന്നു. ഇതാണ് മുസൂറി. തണുക്കുന്നു. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ഇറക്കമാണ് കേട്ടോ. ഈ ഇറക്കത്തിൻ്റെ റോഡ് സൈഡിൽ താഴെ ഒരു പള്ളി നമ്മൾ കണ്ടായിരുന്നു. ഇതൊരു പഴയ ഒരു പള്ളി കേട്ടോ. സെൻട്രൽ മെത്തോഡിസ്റ്റ് ചർച്ച്. ഓക്കെ, മുസൂറി. നമ്മൾ ഇതിലെയാണ് വന്നത്. ഇതിലെ ഇങ്ങോട്ട് മാർക്കറ്റ് കേട്ടോ. മുസൂറി വന്നിട്ട് മഴയത്ത് കിട്ടുപോയ അവസ്ഥയായി പോയല്ലോ. ചെറിയ മഴയൊന്നുമല്ല കേട്ടോ. മുസൂറിയിലെ മഴ കണ്ടു. ഇന്ന് മുസൂറി എത്തിയിട്ട് ഇന്ന് മുസൂറി എത്തിയിട്ട് 1ാമത്തെ ദിവസം കേട്ടോ. ഇന്നലെ എത്തി. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ എന്ന് പറയാം. നല്ല ക്ലൗഡിയാണ് വെതർ. ഇന്നലെ വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ. രാത്രി നല്ല മഴയായിരുന്നു, വൈകുന്നേരം രാത്രിയൊക്കെ. അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഒരു 2.5 മണിക്കൂർ നമ്മളിരുന്നു. ഇന്ന് റൂമിലോട്ട് വരാൻ പോലും പറ്റിയില്ല. നല്ല ക്ലൗഡി ഉണ്ട്. ഇന്നും മഴയ്ക്ക് ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം രാവിലെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കാരണം ഇന്നലെ നമ്മൾ മിനിഞ്ഞാന്നത്തെ രാത്രി ബസ്സിലായിരുന്നല്ലോ. അത് ലോക്കൽ ബസ്
അതുകൊണ്ട് ഉറക്കം നന്നായില്ല. അപ്പോൾ ഇന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പം നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഒരു ക്യാമൽ റോഡെന്ന് പറഞ്ഞ റോഡുണ്ട്, വാക്കിങ്ങിന് പറ്റിയ സ്ഥലമാണ്. അപ്പം നമ്മൾക്ക് രാവിലെ അങ്ങോട്ടൊന്ന് പോവാം. ഇവിടുത്തെ ഷീറ്റുകളുണ്ട് എല്ലാം ഭയങ്കര പാട്ട റൂഫാണ്. ഈ ബിൽഡിങ്ങിൽ തന്നെ ആ കാണുന്ന എല്ലാ ബിൽഡിങ്ങിൻ്റെ റൂഫുകളുണ്ടോ, ഈ ഒരു ടൈപ്പ് റൂഫാട്ടോ. കടകളൊന്നും തുറന്നില്ല, കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. നല്ല മഴ പെയ്ത വെള്ളം ഇപ്പോഴും ഒഴുകുന്നു. ഈ മുസ്സോറിയിലുണ്ടോ ഇതുകൊണ്ട് ഇലക്ട്രിക് വണ്ടികളുണ്ട് കേട്ടോ, ടാക്സി പോലെ. നമ്മൾ സാധാരണ പാർക്കിലൊക്കെ ചെല്ലുമ്പോഴാണ് ഈ ഒരു വണ്ടി കാണാൻ പറ്റുന്നത്. നല്ല ലുക്കല്ലേ, പഴയ ഒരു വണ്ടിയുടെ ലുക്ക്. ഇതിവിടുത്തെ ഒരു മെയിൻ ഒരു മാർക്കറ്റ് ജംഗ്ഷനാണ്. താഴോട്ടൊരു ഹോട്ടലാണ്, ഇങ്ങോട്ടൊരു മാർക്കറ്റുണ്ട്, ഇങ്ങോട്ടൊരു മാർക്കറ്റാണ്. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ മാൾ റോഡ്. നമ്മൾ മാൾ റോഡിലായിരുന്നു ഉണ്ടായിരുന്നത്. റോഡ് സൈഡിൽ നടുക്ക് ചെടിച്ചട്ടി വെച്ചിട്ട് അതിനുള്ളിലാണ് ചെടി നട്ടേക്കുന്നത്. ഈ പട്ടിയുടെ സൈസ് കണ്ടോ, അവൻ്റെ നോട്ടം കണ്ടോ, അവൻ ഒളിഞ്ഞ് നോക്കുക ഇതേതവന്മാരാണ്. ഒട്ടുക്കത്തെ സൈസ് കേട്ടോ, ഒരു പുലിയുടെ സൈസുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു. ഇനി നമുക്ക് ചുമ്മാ നടന്നിട്ട് വരാം. റോഡിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാൻ ഇങ്ങനെ സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാമൽസ് ബാക്ക് റോഡ്. അപ്പം നമുക്ക് ഈ വഴി പോയി നോക്കാം. ഈ ഒരു ഹോട്ടൽ ബ്രോഡ്വേ, ഇതും നല്ല ഓൺലൈനിൽ കാണിച്ചായിരുന്നു കേട്ടോ. ഹോട്ടൽ ബ്രോഡ്വേ ഞാൻ ഗോയ ബീബിൽ ചെക്ക് ചെയ്യപ്പം ഇതിന് 510-520 ആയി കാണിച്ചേ. ഹോട്ടൽ ബ്രോഡ്വേ ഇതിലെയാണെന്ന് തോന്നുന്നു. ക്യാമൽസ് റോഡ് മുകളിലേക്കാണെങ്കിൽ വലിയ കുന്ന മല, മൊത്തം കല്ലുകൾ കേട്ടോ. വലിയ വലിയ കല്ലുകളാണ് മൊത്തം ഉള്ളത് മുകളിൽ. ഈ റോഡിൻ്റെ മുകളിൽ ഈ വഴി നമ്മൾ കുറഞ്ഞ് നടന്നു. നമുക്ക് നോക്കാം ഇതോടെ വരാൻ പോകുന്നു. ചെറുക്കൻ കുപ്പിയും തൊഴിച്ച സ്കൂളിൽ പോകുന്നത്. വാ, നൈസ്. സിമെട്രിയാണ്. ഷുഡ് നോട്ട് റിമൂവ് ഓർ ബ്രിങ് ഡോഗ്സ് ദ സിമെട്രി. മുസ്സൂറി സിമെട്രി 1829 ഉണ്ടാക്കിയൊരു സിമെട്രി കേട്ടോ. പക്ഷേ അങ്ങോട്ടുള്ള ഗേറ്റ് അടച്ചിട്ടേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പോയി നോക്കാമായിരുന്നു. പക്ഷെ നല്ല ലുക്കാട്ടോ. പ്രേത ഹൗസിലേക്ക് പോകുന്ന ഒരു ലുക്കുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, ഒരു സിമെട്രിയിലേക്കുള്ളൊരു കവാടമാണ് ഇത്. 1829 ഉണ്ടാക്കിയൊരു സിമെട്രി, ദ സിമെട്രീസ് ഓഫ് മുസ്സൂറി. ഇവിടെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം നല്ല മരങ്ങൾ, ഈ മരങ്ങളുടെ ഇടയിലാണ് തോന്നുന്നു സിമെട്രി ഉള്ളത്. അതായത് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള എൻട്രൻസ് ഉണ്ട്, പക്ഷേ ഇത് ലോക്കാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് പോകുന്നില്ല. ാണ് നേരെ പോകുന്നത് ഈ സിമിത്തേരിയിലേക്ക്. ഇവിടുന്ന് ഈ റോഡിൻ്റെ ഒരു ലുക്ക് കണ്ടോ, സൂപ്പറല്ലേ. നല്ല മരങ്ങൾ, നടുക്കോടെ നല്ല വഴി. രാവിലെ ഇപ്പം ക്ലീൻ ചെയ്ത് പോകേണ്ടാന്ന് തോന്നുന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ള വഴി കേട്ടോ, നടക്കാനൊക്കെ പറ്റിയ വഴിയാണ്. നല്ല മരങ്ങൾ, നല്ല തണുത്ത അന്തരീക്ഷം, പക്ഷികൾ ചലിക്കുന്നു. ഒരു പഴയ ടൈപ്പുള്ള ലൈറ്റ് കേട്ടോ, സ്ട്രീറ്റ് ലൈറ്റ്. നല്ല ലുക്കാട്ടോ. നമ്മളീ വഴി വളഞ്ഞ് അതിലേ പോകുന്നത്. ഡിവോഷൻ ഈസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ലവ് ആൻഡ് ഹ്യൂമാനിറ്റി. നിരൻഹാരി ബാബ ഹർദേവ് സിംഗ് ജി മഹാരാജ്. ഈ നിരൻദേവ് സി ബാബ ഹർദേവ് ഇത് ഒരു സിഖ് ഗുരുവാണ്. ഇവിടെ എല്ലായിടത്തും ഇതേപോലെ പുള്ളിക്കാരൻ്റെ ഓരോരോ വേർഡ്സ്, കോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വാ, ഇവിടെ നമുക്കുണ്ട് മലയുടെ മൊത്തം ലുക്ക് കിട്ടും. നടുക്ക് പക്ഷേ ഇതിൻ്റെ ഇഴി നല്ല പോയിൻറ്റ്സ് ഉള്ളിടത്തെല്ലാം നമ്മൾ നടന്നു വരുന്ന വഴി ഇതേപോലെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നടന്നു വന്നിട്ട് ഇരിക്കാനുള്ളൊരു പ്ലേസ് ഉണ്ട്. ഈ വ്യൂ പോയിൻ്റ് കണ്ടുപിടിക്കാം. നമ്മൾ നൈനിതാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നൈനിതാൾ ഭയങ്കര ഒരു ക്രൗഡായിരുന്നു. ക്രൗഡെന്ന് പറഞ്ഞാൽ ഇത്തിരി ബിസി കേട്ടോ. ഒരു പക്ഷേ ഈ ഒരു മുസ്സൂറിയിൽ ഒരു എന്നാണ് നല്ല കാം ക്വയറ്റ് ഏരിയ കേട്ടോ. ഒരു റോഡിൽ നിന്നും 1-2 വണ്ടികൾ പോകുന്നതല്ലാതെ ഒരു ശല്യവും ഇല്ല. ഒരു
എന്നാ പറയുക, കാം ക്വയറ്റ് ഏരിയയിൽ നിശബ്ദമായിട്ടുള്ള ഒരു ഏരിയ വന്ന് എന്നാലും നല്ലൊരു ഹിൽ സ്റ്റേഷൻ അങ്ങനെ വന്നിരിക്കാൻ പറ്റിയവർക്ക് പറ്റിയ സ്ഥലം കേട്ടോ മുസൂറി. ഇങ്ങനെ കാം ക്വയറ്റ് ഏരിയ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. ഓക്കെ, എന്നാ നല്ല സ്ഥലമാണ്. വാക്കിങ് നടന്ന് മടുത്ത് കഴിയുമ്പോൾ നമുക്ക് കൂടി ഇരിക്കാം. താഴോട്ട് വലിയ കൊക്കയാണ്, പക്ഷേ ഇതുണ്ടോ മതി കെട്ടിട്ടുണ്ട്. വലിയ കൊക്കയാട്ടോ താഴോട്ട്. ആ പോയിൻ്റ് അല്ലേ, റിലീജിയൻ യുണൈറ്റ്സ് നെവർ ഡിവൈഡ്സ്. നിരൻഹാരി ബാബ. ഒത്തിരി നല്ല കോട്ട്സ് ഉണ്ട് കേട്ടോ പുള്ളിക്കാരൻ്റെ. വാ, ഇതാണ് മോനെ സ്ഥലം. എന്നാ കാം ക്വയറ്റ് ഏരിയ. എനിക്ക് ഒരു ശല്യമില്ല, ഒന്നുമില്ല. നല്ല കാം ക്വയറ്റായിട്ടുള്ള ഏരിയ മുസൂറി. വാ, ഇതിലൊക്കെ ഹെലികോപ്റ്റർ പറക്കുന്നതാണ്. അപ്പോൾ അതിലൊരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. എന്താ ലുക്കല്ലേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ. മോളി മൊത്തം വലിയ പാറക്കെട്ട് താഴെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ല പോയിൻ്റ് കാണാൻ. ഹവാ മഹൽ ഹിമാലയൻ വ്യൂ. നമുക്കിത് പോയി നോക്കാം. അല്ല, ചെറിയ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഉള്ള വ്യൂ ഹിമാലയൻ വ്യൂ. താഴെ മൊത്തം നല്ല ഗ്രീനറി ആയിട്ടുള്ള പച്ചപ്പാട്ടാണ്. ഇവിടുത്തെ വീടിൻ്റെ എല്ലാത്തിൻ്റെ മേൽക്കൂര സെയിം മേൽക്കൂര കേട്ടോ, ഷീറ്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹോളിഡേ ഹോം നോർത്ത് വ്യൂ ലോഡ്ജ്. റിസർവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നവിടെ ഹോളിഡേ ഹോം ഫ്രീ ആയിട്ട് വന്നിട്ട് വെക്കേഷൻ ഒന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കോട്ട്സ്. അവർ വേൾഡ് നീഡ് ബ്രിഡ്ജസ് നോട്ട് വാൾ. നടന്ന് ഇവിടെ ഒരു പോയിൻ്റ് എത്തി. ഇതിപ്പോൾ മാൾ റോഡിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇതിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടൽ മാൾ റോഡ് അടുത്ത് തന്നെയാണ്, അവിടെ തന്നെ എത്തി. और कुछ नहीं है भैया? और मैगी है, ब्रेड ऑमलेट है, मक्खन है. ആഹാ, और कुछ है. അങ്ങനെ നമ്മൾ നടന്നൊരു വ്യൂ പോയിൻ്റ് എത്തി കേട്ടോ. ഇത് ആക്ച്വലി ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വഴിയുണ്ടല്ലോ, ഈ വഴിയാണ് മാൾ റോഡ്. ഈ വഴി നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആ മല ചുറ്റി പുറകെ കൂടെയാണ് നമ്മൾ നടന്ന് ഇപ്പോൾ ഇവിടെ എത്തി. ഇത് നമ്മൾ ഇതിലേ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ നമ്മളെ ഹോട്ടലിന് മുന്നിൽ തന്നെ എത്തും. നിൽക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷേ മൊത്തം കൊണ്ടാ നമ്മളെ ഒടുക്കത്തെ സൈസുള്ള പട്ടികൾ. ഇതൊക്കെ വാലിൻ്റെ നീളവും സൈസും കളറും. എൻ്റെ അമ്മു, ഇത് പട്ടിയാണോ ചെന്നായാണോ? എന്താ സൈസ്. ഹെലികോപ്റ്റർ. ഇത് ക്യാമൽസ് ബാക്ക് റോഡ്. ഇവിടെ ഒരു പഴയൊരു 1800-ലൊരു പള്ളി കാണിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് മാപ്പിൽ നോക്കി കണ്ടതാണ്. അത് ഈ വഴിയാന്ന് തോന്നുന്നു. നമുക്കിത് പോയി നോക്കാം.